നവരാത്രി ഘോഷയാത്രയെ പറ്റിയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷനാണ് ഗൈസ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും നമ്മൾ നവരാത്രി ഘോഷയാത്ര കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ നവരാത്രി ഘോഷയാത്ര കവർ ചെയ്യുന്നത് രാത്രി ആവുന്ന സമയത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലൊക്കെ എത്തുന്ന സമയത്താണ് കവർ ചെയ്യാറ്. ഇത്തവണ കുറച്ച് കൂടുതൽ ഫെസ്റ്റിവലാണെങ്കിൽ സെയിം ഡേ ഉള്ളതിൻ്റെ പേരിൽ ട്രിവാൻഡ്രം വീഡിയോസുകൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ നവരാത്രി ഘോഷയാത്രയുടെ വിഷ്വൽസ് കവർ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് നേമത്തുള്ള കച്ചേരി നടയിലാണ്. അപ്പോൾ നേമം കച്ചേരി നടയിൽ ഏകദേശം അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഭക്തിസാന്ദ്രമായിട്ട് വരുന്ന വിഗ്രഹങ്ങളെയും കൊണ്ടുവരുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്ര കവർ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. നമ്മുടെ പേജിൽ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ വീഡിയോസുകൾ, ട്രിവാൻഡ്രം വ്ളോഗ്സ്, കൊല്ലം വ്ളോഗ്സ്, അതോടൊപ്പം തന്നെ ഫാമിലി വ്ളോഗ്സ്, ഇതാണ് മെയിനായിട്ടും ഹൈലൈറ്റ്. അപ്പോൾ ചില സമയങ്ങളിൽ ആൾക്കാർ പറയാറുണ്ടായിരുന്നു വേറെ വീഡിയോസിലൊന്നും ഇടുന്നില്ല എന്നുള്ളത്. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് ഉണ്ടായതും ആദ്യം മുതലേ ഉള്ള മെയിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും വീഡിയോസിലെന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോസുകൾ ട്രിവാൻഡ്രം, കൊല്ലം ഫാമിലി വ്ളോഗ്സുകളാണ് മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പത്ര കട്ടിങ് ഒന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നവരാത്രി ഘോഷയാത്ര ലൈവ് വിഷ്വൽസ് കാണിക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സോങ്ങുകൾ അടിച്ച് പറത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പത്രത്തിലെ കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന അതിർത്തിയായ കളിക്കവിളയിൽ നൽകിയ സ്വീകരണം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോട് കൂടി ഒരു വലിയൊരു ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നാളെ, അതായത് ഇന്ന് ആരംഭിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്കായി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പത്മനാഭപുരത്ത് നിന്ന് തിരിച്ച നവരാത്രി വിഗ്രഹങ്ങൾക്ക് സംസ്ഥാന അതിർത്തിയായ കളിക്കവിളയിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി. ഇന്ന് നഗരാതിർത്തിയായ നേമത്തും കിള്ളിപ്പാലത്തും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകിട്ട് കരമന ആവടി അമ്മൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ വിഗ്രഹങ്ങളെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവളപ്പിൽ ആനയിക്കും. പത്മതീർത്ഥത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ കോട്ടയ്ക്കകത്തെ നവരാത്രി മണ്ഡപത്തിലും വേളിമല കുമാരസ്വാമിയെയും ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും ശുചീന്ദ്രം 300 നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. അപ്പോൾ നമ്മളിപ്പോൾ നേമത്താണ് ഉള്ളത്. അപ്പോൾ നേമത്തും ഇതുപോലെയുള്ള വലിയൊരു ഘോഷയാത്ര നടന്നതിന് ശേഷം നേമത്ത് അവർക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് പൂജയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. നവരാത്രി ഘോഷയാത്ര എപ്പോഴും, അതായത് ചെറുപ്പം മുതലേ കാണുന്ന ഒരു ഉത്സവം തന്നെയാണ്. അപ്പോൾ അവസാനത്തെ ഒരു 3 വർഷമായിട്ട് നമ്മുടെ ചാനൽ കൂടെ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം നമ്മൾ മാക്സിമം ക്ലിപ്പിങ്സ് കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണവും ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയതിൻ്റെ മെയിനായിട്ടുള്ള കാരണവും വെളിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മാക്സിമം അതുപോലുള്ള പോർഷൻസും കൂടെ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ നേമത്താണ് ഫുള്ള് ട്രാഫിക്. ആ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ നവരാത്രി ഘോഷയാത്രയുടെ ആ ഒരു വിഷ്വൽസൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. വലിയ ഒരു ലോറിയിലാണ്, അത് വെള്ളം കൊണ്ടുവരുന്ന ലോറിയാണ്. ആ ഒരു ലോറിയിലാണെങ്കിൽ ഇതാ കണ്ട, ലോറിയുടെ ബാക്കിലാണെങ്കിൽ ആനകളും ആനകളടക്കം ആൾക്കാരടക്കം ഭക്തരടക്കം എല്ലാവരും വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ആന നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഒരു ടാങ്കർ ലോറിയിൽ നിന്ന് വെള്ളം നിറച്ച് കൊണ്ടുപോയതിന് ശേഷം ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആനയ്ക്ക് ചൂട് കാലിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാവിലെ കുഴുത്തിറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹ ഘോഷയാത്ര തിരിച്ചത്. അതായത് ഇന്നലെ ആ ഒരു സമയത്ത് തിരിച്ച് ഇന്നലെ രാത്രിയാണെങ്കിൽ നെയ്യാറ്റിൻകരയിലുള്ള ക്ഷേത്രത്തിൽ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഭക്തരടക്കം എല്ലാവരും റെസ്റ്റ് എടുത്തതിന് ശേഷം ഇന്ന് രാവിലെയാണ് നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ക്ഷേത്രവളപ്പിൽ കൂടിയ ഭക്തരുടെ അകമ്പടിയോടെ ഒപ്പാണ് ഈ ഒരു വിഗ്രഹ ഘോഷയാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്വീകരണ ശേഷം കേരള തമിഴ്നാട് പോലീസ് ഘോഷയാത്രയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലും വെച്ച് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വെച്ച് നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമത്തിന് ശേഷമാണ് തുടങ്ങിയത് എന്നതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു പത്രത്തിലുള്ള കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ടോടെ കരമന ആവടി അമ്മൻ ക്ഷേത്രത്തിലെത്തുന്ന ഘോഷയാത്ര
അവിടെ അല്പസമയം വിശ്രമിക്കും. നേമത്ത് വിശ്രമം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത വിശ്രമം നൽകുന്നത് കരമനയിലാണ്. കരമന ആവടി അമ്മൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള വിഷ്വൽസ് എടുക്കാനും ലൈവായിട്ട് ആ ഒരു ഘോഷയാത്ര ആസ്വദിക്കാനും പൂജിക്കാനും എല്ലാമുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് കരമനയിൽ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നേരെ ഡയറക്റ്റായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. വിജയദശമി ദിവസമായ 13-ന് കുമാരസ്വാമിയെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യും. ഇവിടെ പള്ളിവേട്ടയ്ക്ക് ശേഷം ആര്യശാല ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് 14-ന് നല്ലിരിപ്പ്. തലസ്ഥാനത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ തിരിച്ചെഴുന്നള്ളത്ത് 15-ന് ആരംഭിക്കും. 17-ന് വിഗ്രഹങ്ങൾ പത്മനാഭപുരത്ത് മടങ്ങിയെത്തും. അപ്പോൾ ഇതാണ് ഓവറോൾ ഉള്ള നമ്മുടെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ മെയിനായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രംകാർക്ക് ഇതൊന്നും പുത്തരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തെ എല്ലാ വർഷവും വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് നടത്തുന്ന ഒരു ഉത്സവം തന്നെയാണ്. ഇത് ആന കണ്ട നെറ്റിപ്പട്ടവും എല്ലാം കെട്ടി വിഗ്രഹത്തിനെയും കൊണ്ട് വരുന്ന ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് നിന്നും കാണണമെന്നുണ്ടെങ്കിൽ ഈ ആനയും ഘോഷയാത്രയും അടക്കം എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന മെയിനായിട്ടുള്ള സ്പോട്ടിലുണ്ട്. ആ സ്പോട്ടിൽ പോയി നമ്മൾ കുറച്ച് കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്കും ഉള്ളിലും ഒരു ഫീൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ഒരു ചെറിയൊരു വിഷ്വൽസ് ഉണ്ട്. പക്ഷേ നമ്മൾ ലൈവായിട്ടുള്ള വിഷ്വൽസ് ലൈവായിട്ടുള്ള വോയിസ് കാണിക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ മ്യൂസിക് റൺ ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾ ലൈവായിട്ടുള്ള വിഷ്വൽസ് കാണിക്കാത്തത്. അപ്പോൾ ഗാർഡ് ഓഫ് ഓണർ എല്ലാം കൊടുത്തതിന് ശേഷം വിഗ്രഹത്തിനെ താഴെ ഇറക്കിയതിന് ശേഷം ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലുള്ള റെസ്റ്റ്, കുറച്ച് കഞ്ഞുകൂടി, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചേർന്ന് നേരെ നമ്മുടെ കരമനയിലോട്ട് പോകും. കരമനയിൽ നിന്ന് ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവുന്ന സമയത്താണ് കരമനയിലെത്തുന്നത്. കരമനയിലെത്തിയതിന് ശേഷമാണ് ഡയറക്റ്റായിട്ട് നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഉള്ള ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആന ചെയ്യുന്നത് ആ വിഗ്രഹത്തെ താഴോട്ട് ഇറക്കി അതിന് ശേഷം ഇനി പൂജയ്ക്കായിട്ട് നേരെ ആ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. നവരാത്രി വിഗ്രഹങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് നേമം കച്ചേരി ജംഗ്ഷനിലാണ് ഈ ഒരു വീഡിയോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. ഇഷ്ടംപോലെ പോലീസുണ്ട് കേട്ടോ, കേരള പോലീസും തമിഴ്നാട് പോലീസും. അതുകൂടാതെ തന്നെ ഭക്തർ തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള ഡൈ ഹാർഡായിട്ടുള്ള ഭക്തരാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗാർഡ് ഓഫ് ഓണറും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വിഗ്രഹം ലാസ്റ്റ് ആണെങ്കിൽ ഒരു 2-3 പൂജാരിമാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ അവരൊക്കെ ആണെങ്കിൽ പൂജാരിമാരൊക്കെ പൂജിച്ചതിന് ശേഷമാണ് ഈ ഒരു വിഗ്രഹത്തെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന ഇഷ്ടംപോലെ ഭക്തരും സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു റെസ്റ്റും വെള്ളം കുടിയും എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ ഓവറോൾ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്നിട്ടാണെങ്കിൽ നവരാത്രി ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള വിഗ്രഹത്തിനെ ഇത്രയും അടുത്ത് നിന്നിട്ട് കാണാൻ വേണ്ടി ഉള്ള ഒരു ഭാഗ്യമുണ്ടായത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു പല്ലക്കൊക്കെ ഉണ്ടല്ലോ, പല്ലക്കിലൊക്കെയാണ് ഇതുപോലെ നവരാത്രി ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെ 2 പൂജാരിയാണ്. ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലുള്ള ലൈറ്റായിട്ടുള്ള പൂജ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന ആ ഒരു പൂക്കളും ആ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രസാദവും പൂജയിലൂടെ കൊടുക്കുന്ന പ്രസാദവും ഒക്കെ ആണെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്നാണെങ്കിൽ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും കേസ്. നല്ലൊരു ക്രൗഡ് കേട്ടോ, ഏകദേശം ഒരു 10,000 പേരെങ്കിലും ഈ ഒരു സൈഡിലുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെയാണ് ആംബുലൻസ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ആംബുലൻസ് ആണെങ്കിൽ ചീറിപ്പാഞ്ഞ് പോയത്. ആ ഒരു അവസരങ്ങളിൽ നമ്മൾ കേരള പോലീസിനെയും അതുപോലെ തന്നെയാണ് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരെയും സംഘാടകരെയും എല്ലാവരെയും നമ്മൾ ഈ ഒരു